വീണ്ടും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മെനു ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിൽ അഡ്മിനിൽ മെനു ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആവശ്യമില്ലാത്ത മെനു ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ പോസ്റ്റ്, ലിസ്റ്റ്, പോസ്റ്റ്, ആഡ് പോസ്റ്റ്, എഡിറ്റ് പോസ്റ്റ് ഇതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല. കാരണം അതിൽ നമ്മളെ കൺട്രോളിലൊന്നും നമ്മൾ അതിനുള്ള ഫങ്ഷൻസ് ഒന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ കാറ്റഗറീസ്, ലിസ്റ്റ് കാറ്റഗറി, ആഡ് കാറ്റഗറി, എഡിറ്റ് കാറ്റഗറി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെഡർ ഡോട്ട് PHP എടുക്കുക. ഇതിൽ നോക്കൂ, ഇതിൽ നമ്മൾ ഈ മെനുവിൽ ഇവിടെ പോസ്റ്റിന് കൊടുത്തു. ഇവിടെ നമ്മൾ ആദ്യം കൊടുത്ത ഡാഷ്ബോർഡാണ്. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഡാഷ്ബോർഡിന് ശേഷം അതിന് ശേഷമുള്ളിടത്തൊക്കെ ഇൻ്റർഫേസ് എന്നൊക്കെ പറയുന്ന കോർ എന്നൊക്കെ ഉള്ളതൊക്കെ എടുത്ത് കളഞ്ഞു. ശേഷം ഇവിടെ പിന്നീട് വരുന്ന ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു പോസ്റ്റിന് കൊടുത്തു. അതിനുശേഷം താഴെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ ടാർഗറ്റ് കൊളാപ്സ് പോസ്റ്റ് എന്നാണ്. അതേപോലെ ഏരിയ കൺട്രോൾസ് കൊളാപ്സ് പോസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ID ഇവിടെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റിൽ ഇവിടെ ക്ലാസ് കൊളാപ്സ് എന്നാണ്, ഇവിടെ കൊളാപ്സ് പോസ്റ്റ് എന്നാണ് പറഞ്ഞ ID ഉണ്ടായിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്തു വെച്ചാൽ ഇത് കോപ്പി ചെയ്തെടുത്തു. ഇവിടെ അഡ്മിൻ പോസ്റ്റൊക്കെ നമുക്ക് ഇനി റൗട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ അഡ്മിൻ ആഡ് പോസ്റ്റ്, അഡ്മിൻ എഡിറ്റ് പോസ്റ്റ്, ഇത്രയേ ഉള്ളൂ അത്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ വരുന്നതാണ് പോസ്റ്റിൻ്റെ സെക്ഷൻ വരുന്നത്. ഇത്രയേ ഉള്ളത്. അത് കഴിഞ്ഞു. അത് സെയിം തന്നെ കോപ്പി ചെയ്തിട്ട് അതേപോലെ തന്നെ കോപ്പി ചെയ്തു. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്തു വെച്ചാൽ കൊളാപ്സ് കാറ്റഗറീസ് എന്ന് കൊടുത്തു. ഏരിയ കൺട്രോൾ കൊളാപ്സ് കാറ്റഗറി തന്നെ. അതേപോലെ ഇവിടെ നമ്മൾ വരുന്ന ഇതിൻ്റെ കറസ്പോണ്ടിങ് ID കൊളാപ്സ് കാറ്റഗറീസ് എന്ന് കൊടുക്കണം. ബാക്കിയുള്ള അതേപോലെ ബേസ് URL അഡ്മിൻ കാറ്റഗറീസ് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിനി റൗട്ടിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഡാഷ്ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്തതെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അത് ആദ്യം സെറ്റ് ചെയ്യാം. അതേപോലെ ഇതിൽ വേറെ 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കസ്റ്റം ഹെൽപ്പർ ഫയൽ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതും കൂടി നോക്കാം. അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ റൗട്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നോക്കുകയാണെങ്കിൽ അഡ്മിൻ പോസ്റ്റ് എന്നുള്ള കൺട്രോളറിലാണ് പോണത്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു കൺട്രോളർ വേണം, കാറ്റഗറീസ് വേണം. അപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ പോസ്റ്റിന് പകരം കാറ്റഗറീസ്, ഇവിടെ കാറ്റഗറീസ്, ഇവിടെ ആഡ് കാറ്റഗറി, എഡിറ്റ് കാറ്റഗറി. അതുപോലെ ഇവിടെ മാറ്റണം. നമ്മൾ ആഡ് കാറ്റഗറി, എഡിറ്റ് കാറ്റഗറി ഇവിടെ ചെയ്യണം. നമ്മളോട് ശ്രദ്ധിക്കണം, നമ്മളിവിടെ അഡ്മിൻ കാറ്റഗറീസ് എന്നാണ്. അപ്പോൾ കാറ്റഗറീസ് എന്നുള്ള കൺട്രോളർ വേണം. നമ്മൾ കൊടുത്താൽ ഇവിടെ ആ കൺട്രോളിലേക്കാണ് നമ്മൾ അതിൻ്റെ പാത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ അഡ്മിൻ ആഡ് കാറ്റഗറി, അത് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കാറ്റഗറീസ് എന്നുള്ള കൺട്രോളറിൽ ആഡ് കാറ്റഗറി എന്നുള്ള ഫംഗ്ഷൻ. അതുപോലെ ഇവിടെ കാറ്റഗറീസ് എന്നുള്ള കൺട്രോളറിൽ എഡിറ്റ് കാറ്റഗറി. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് ഇവിടെ നമ്മൾ കാറ്റഗറീസ് ആഡ് കാറ്റഗറി എഡിറ്റ് കാറ്റഗറി എന്ന് കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും കൊടുക്കണം. ഇവിടെ നമ്മൾ കൊടുത്ത അഡ്മിനിൽ ആഡ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ കാറ്റഗറിയിൽ. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ കാറ്റഗറി എന്ന് കൊടുക്കണം. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എഡിറ്റ് കാറ്റഗറി, ഇത്ര കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം ഇങ്ങനെ വരണം എന്നുള്ളത്. റിഫ്രഷ്, ലിസ്റ്റ് കാറ്റഗറി. നമുക്ക് അഡ്മിൻ കാറ്റഗറീസ് എന്നുള്ള കൺട്രോളർ ഇല്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് അഡ്മിനിൽ നമ്മൾ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കട്ടെ, കൺട്രോളറിനുള്ള എന്തൊക്കെ ചെയ്ത് നോക്കട്ടെ. ഡാഷ്ബോർഡ് മാത്രമേ ഉള്ളൂ, പിന്നെ പോസ്റ്റ് ഉണ്ട്, ലോഗിൻ ഉണ്ട്, ഇത്ര ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി ചെയ്യാനുള്ളത് നമ്മൾ അതിനൊരു പുതിയ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യാം.
ഇതിനെ കോപ്പി ചെയ്ത് ചെയ്യാം. കോപ്പി, കൺട്രോളിൽ പേസ്റ്റ് ചെയ്തു. ഈ പോസ്റ്റ് കോപ്പി എടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതോടെ കാറ്റഗറീസ് ആക്കാൻ പോകും. ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇവിടെ കാറ്റഗറീസ് എന്നുള്ള C ക്യാപിറ്റൽ ആയിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് 20 മാറ്റണം. അതുപോലെ നമ്മൾ ഇതിനെ അഡ്മിൻ കൺട്രോളറിനെയാണ് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. പിന്നെ പോസ്റ്റ് ഓൾറെഡി ഉണ്ട്. നമ്മൾ വേറൊരു പോസ്റ്റ് കൺട്രോൾ ഇത് ഫ്രണ്ട് എൻഡിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ അതിൻ്റെ പേര് മാറ്റാം. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ, പിന്നീട് മാറ്റാം. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. അതായത് കാറ്റഗറീസ് എന്നുള്ളത് നമ്മൾ അഡ്മിനിൽ കാറ്റഗറിക്കും പോസ്റ്റ് എന്നുള്ള അഡ്മിനിൽ പോസ്റ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും 1-2 കൺട്രോളും കൂടി വേണ്ടി വരും. ഒരു ടാഗ് എന്നുള്ള ടാഗ് ആഡ് ചെയ്യാൻ വേണ്ടി അത് വേണ്ടി വരും. ബ്ലോഗ് ആകുമ്പോൾ ടാഗ് ഉണ്ടായിരിക്കും. അതും നമുക്ക് ഇതേപോലെ തന്നെ കാറ്റഗറി പോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ ഹെഡറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിസ്റ്റ് കാറ്റഗറീസ്, ആഡ് കാറ്റഗറി, ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നമുക്കിത് കോഡിനേറ്ററിൻ്റെ ലാംഗ്വേജ് ഫയലിൽ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ആഡ് കാറ്റഗറിയിൽ ഒരു ഫയൽ ആഡ് ചെയ്യണം. ആഡ് എന്നുള്ളതിൽ ഇപ്പോൾ തൽക്കാലം ഇതിലൊന്നുമില്ല. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇതിൽ പേസ്റ്റ് ചെയ്യാണ്. പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ ആഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഫോമാണ്. ഇപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോം ഓപ്പൺ എന്നുള്ളത് വേണം. അതിൻ്റെ നമ്മൾ കൊടുക്കേണ്ടത് ദിസ് URI ആരോ URI സ്ട്രിങ് കൊടുക്കുക. അതായത് ഏത് ഫംഗ്ഷനിൽ നിന്നാണ് ആ ഫോമിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് അവിടേക്ക് തന്നെ അതിൻ്റെ ആക്ഷൻ, ഇത് ഫസ്റ്റ് ആക്ഷനാണ്, ആക്ഷൻ അവിടേക്ക് തന്നെ പോകും. അതുകൊണ്ടാണ് അങ്ങനെ. ഇത് നമ്മൾ മുന്നേ ലോഗിൻ ചെയ്തപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം തന്നെ. അതേപോലെ ഞാനിവിടെ ഇതിൽ രണ്ടാമത്തിൽ നോക്കണം, ദിസ് ലാങ് ലൈൻ കാറ്റഗറി നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ലാംഗ്വേജിൽ നിന്നാണ് ഈ കാറ്റഗറി നെയിം എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണത് അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് കോപ്പി ചെയ്തിട്ടത്. ഇങ്ങനെ നമുക്ക് ലാംഗ്വേജിൽ പോവാം. ലാംഗ്വേജിൽ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഫയൽ നമ്മുടെ അടുത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പേര് കൊടുക്കേണ്ടത് ഇംഗ്ലീഷ് ലാങ് എന്ന് കൊടുക്കും. lang.php. ഓക്കെ, നമ്മൾ PHP ടാഗ് ആഡ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ലാങ് എന്നുള്ളൊരു അറേയിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഈ കാറ്റഗറി നെയിം എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാറ്റഗറി നെയിം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അറേയിൽ കാറ്റഗറി നെയിം കൊടുത്തു. നമുക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യും, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഇംഗ്ലീഷ് ഫയലാണ്, ഇംഗ്ലീഷ് lang.php എന്നുള്ള ഫയലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാറ്റഗറി നെയിം, ഇത് ഫസ്റ്റ് അറേയാണ് കേട്ടോ. ഈ അറേയിലെ ഫസ്റ്റ് ഐറ്റം ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ കാറ്റഗറി നെയിം നമ്മളെല്ലാം എടുത്തു. എന്നിട്ട് നമ്മൾ അത് കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിസ് ലാങ് ലൈൻ. ഇനി ഇതിനെ നമുക്ക് ഓട്ടോ ലോഡ് ചെയ്ത് വയ്ക്കാം. അതായത് ലാംഗ്വേജിനെ നമുക്ക് ഓട്ടോ ലോഡ് ചെയ്യാം, ഇംഗ്ലീഷ് ലാംഗ്വേജിന്. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓട്ടോ ലോഡിൽ പോവാം. ബാക്കിയെല്ലാം ലൈബ്രറീസും ഹെൽപ്പർ ഫയലൊക്കെ ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ ലാംഗ്വേജ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇംഗ്ലീഷിന് കൊടുക്കാം. ഇംഗ്ലീഷിന് കൊടുത്തു. ഇനി ഞാൻ ആഡ് കാറ്റഗറി എന്നുള്ളത് റിഫ്രഷ് ചെയ്യാണ്. നമ്മുടെ ആഡ് കാറ്റഗറി എടുത്ത് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. അഡ്മിൻ ആഡ് കാറ്റഗറി നോക്കട്ടെ. ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ പാത്ത് കറക്റ്റ് അല്ല എന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കാറ്റഗറി കൺട്രോളർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻസ് ചെക്ക് ചെയ്യണം ഇവിടെ. അതാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഒരു വർഷം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ പേജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ പോയിട്ട് അതിൽ പോയി ചെക്ക് ചെയ്യണം. കാറ്റഗറി കൺട്രോളർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ കാറ്റഗറി കൺട്രോളർ ഓപ്പൺ ചെയ്താൽ ആഡ് പോസ്റ്റ്, നമ്മളത് പോസ്റ്റ് കൺട്രോളറിനെ കോപ്പി ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ കാറ്റഗറി. അപ്പോൾ നമുക്ക് ആ ആഡ് കാറ്റഗറി എന്നുള്ള ഫംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഇതിനെ ലോഡ് ചെയ്യാം, ഇതിൻ്റെ പേജസ് ലോഡ് ചെയ്യാം. നമ്മൾ അഡ്മിൻ ഹെൽപ്പ്
ഹെഡർ ചെയ്തു. ഈ കണ്ടന്റിന് പകരം നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? ഇവിടെ ഈ കണ്ടന്റിന് പകരം നമുക്കിപ്പോൾ വേണ്ടത് ആഡ് കാറ്റഗറി എന്നുള്ള പേജാണ് വേണ്ടത്. അത് എടുക്കണമെങ്കിൽ വ്യൂവിൽ പോവുക. നമ്മുടെ വ്യൂവിൽ ഇപ്പോൾ അഡ്മിനിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഞാൻ 2-3 ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഡ്മിനിൽ നോക്കിയാൽ ഇപ്പോൾ അഡ്മിൻ എന്നുള്ള വ്യൂവിൽ അഡ്മിൻ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ കാറ്റഗറി എന്നുള്ള ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിൽ add.php എന്നുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. add.php അതിലാണ് നമ്മളെല്ലാം കോപ്പി ചെയ്തിട്ടത്. അതേപോലെ അതിൻ്റെ ഉള്ളിൽ വേറെ ഈ വ്യൂസിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തത് കാറ്റഗറിയുടെ ഉള്ളിൽ categories.php അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. edit.php എന്നുള്ള കാറ്റഗറി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ സെപ്പറേറ്റ് ഫോൾഡർ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ കാറ്റഗറിയിലെ വ്യൂ ഫയൽ ചെക്ക് ചെയ്യണം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ വ്യൂവിൽ അഡ്മിനിൽ കാറ്റഗറിയിൽ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വേണം? നമുക്ക് ഇവിടെ കാറ്റഗറി എന്നുള്ള അഡ്മിനിലെ കാറ്റഗറി എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ആഡ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ അതായത് മൈ ബ്ലോഗ് അഡ്മിൻ ആഡ് കാറ്റഗറി എന്ന് കൊടുത്ത കാറ്റഗറി കൺട്രോളിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളൊരു ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാറ്റഗറി നെയിം നമ്മൾ കൊടുത്ത കാറ്റഗറി നെയിം വന്നത് ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഫയലിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഫയൽ, അപ്പോൾ നമ്മൾ ലാംഗ്വേജിനെ ഇംഗ്ലീഷാണ് അതിന് ഓട്ടോ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷാണ് നമ്മുടെ ലാംഗ്വേജ്, ഡിഫോൾട്ട് ലാംഗ്വേജ് ലോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ലാംഗ്വേജ് ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേര് ഇംഗ്ലീഷ് എന്നാണ് English_lang.php. ഇപ്പോൾ നമുക്ക് വേറൊരു പേരാണ് ഡച്ച് ആണെങ്കിൽ അത് Dutch_lang.php നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ഫോൾഡർ അതിന് വേണ്ടി സെപ്പറേറ്റ്, ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും ആ ഫയൽ ലോഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഫോൾഡർ അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ അതിൽ ലാംഗ്വേജിൽ ഒരു അറയിലൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ആഡ് പോസ്റ്റ് എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഡ് കാറ്റഗറി എടുത്ത് നോക്കാം. ആഡ് കാറ്റഗറിയിൽ ഇപ്പോൾ കാറ്റഗറി നെയിം നമുക്ക് കിട്ടി. ഇനി ഇതിൽ നോക്കൂ, ബാക്കിയുള്ളതൊക്കെ empty ആയി കിടക്കണം. കാറ്റഗറി നെയിം വന്നിട്ടുണ്ട്, ഇവിടെ ബാക്കിയെല്ലാം empty ആണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് കാണിക്കണമെങ്കിൽ നമ്മൾ ലാംഗ്വേജിൻ്റെ ഉള്ളിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദിസ് സ്ലഗ് എന്നുള്ള നമുക്ക് വേണ്ട. നമ്മൾ അതിന് വേണ്ടി നമ്മളിവിടെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ലാംഗ്വേജിന് സ്ലഗ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി ഉപയോഗിക്കാറുണ്ട്, പക്ഷെ നമുക്കിവിടെ സിമ്പിളായിട്ട് യൂസ് ചെയ്താൽ മതി. കാറ്റഗറി നെയിം, പിന്നെ നമുക്ക് അത് വേണ്ടത് കാറ്റഗറി ഡിസ്ക്രിപ്ഷൻ. സ്ലഗ് വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. തൽക്കാലം നമുക്ക് ആഡ് ചെയ്യാം, പിന്നീട് നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഈ സ്ലഗ് ഇല്ല നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ലാംഗ്വേജിൽ പോയിട്ട് ഇപ്പോൾ അതിലെന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിലിപ്പോൾ സ്ലഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ ഇതെല്ലാം ലാംഗ്വേജിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ലാംഗ്വേജിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്ത് വേണം? ദിസ് ലാങ് ലൈൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ ദിസ് ലാങ് ലൈൻ ആക്റ്റീവ്, നമ്മൾ ആക്റ്റീവ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാം. അങ്ങനെ അതേപോലെ തന്നെ നമുക്കിതിൽ യെസ് നോ വേറൊന്നുണ്ട്, ഒരു സബ്മിറ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാംഗ്വേജിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനതൊക്കെ ലാംഗ്വേജിൽ ആഡ് ചെയ്യാം. ഞാനതെല്ലാം ലാംഗ്വേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ആക്റ്റീവ് എന്ന് കൊടുത്തു. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ലാംഗ്വേജ് എന്നുള്ള അറിയിൽ ആക്റ്റീവ് എന്നുള്ള ഇൻഡെക്സ് ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെയിം ആക്റ്റീവാണ്. അതേപോലെ യെസ് എന്നാണെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കാം, നോ ആണെങ്കിൽ നോ. നമുക്ക് എന്താ നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് കാണിക്കും. ഇനി ആ പേജ് റിഫ്രഷ് ചെയ്ത് നോക്കൂ. നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കാറ്റഗറി നെയിം വന്നു, സ്ലഗ് വന്നു, ഡിസ്ക്രിപ്ഷൻ വന്നു. അതേപോലെ ആക്റ്റീവ് ആണെങ്കിൽ യെസ് നോ. അത് കാറ്റഗറി ആക്റ്റീവ് ആണെങ്കിൽ, ആക്റ്റീവ് കാറ്റഗറി ആണെങ്കിൽ മാത്രം നമ്മളത് കാണിക്കാം. അതിന് വേണ്ടിയാണ് ആക്റ്റീവ് എന്നുള്ളൊരു ഫീൽഡ് ആഡ് ചെയ്യുന്നത്. അവർ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ സബ്മിറ്റ് ചെയ്തൊന്നും വരില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മളതിലൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ആ ഫംഗ്ഷനിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ നമുക്കവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു. ഇനി ആ ഫോമിനെ കുറിച്ച് ഒന്നും കൂടി പറയാം. നമ്മൾ ആഡ് ചെയ്ത ഫോമിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പം ഇതിൽ നോക്കൂ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് കാറ്റഗറി നെയിമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ദിസ് ലാങ് ലൈൻ കാറ്റഗറി. അപ്പോൾ ഇത് ലേബലാണ്. ഒരു ലേബലിനൊരു നെയിം വേണം. അത് നമ്മൾ ലാംഗ്വേജിന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതേപോലെ നമ്മൾ ഇവിടെ വരുന്നത് ഒരു ഇൻപുട്ട് കൺട്രോളറാണ്. ബൂട്ട്സ്ട്രാപ്പിൻ്റെ
ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഫോംസ് എടുത്ത് നോക്കിയാൽ അതിൽ നിന്ന് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ബൂട്ട്സ്ട്രാപ്പ് ഫോം കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഫോമിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ getbootstrap.com ഡോക്യുമെൻറ്റ് 4.0 കമ്പോണൻസ് ഫോംസ് ഇതിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫോം ഉണ്ട്. ഈ ഫോമിൻ്റെ ഇതൊക്കെ ഞാനിവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക ചെയ്തത്. ഇങ്ങനെ കോപ്പി ചെയ്തെടുത്തു. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അത് ടൈപ്പ് ചെയ്തിട്ടത്. അല്ലെങ്കിൽ ഒരുപാട് സമയം അതിന് വേണ്ടി വെറുതെ വേസ്റ്റ് ആവും. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫോം കൺട്രോളർ, പിന്നെ നമ്മൾ പ്ലേസ് ഹോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോം നമ്മൾ റിഫ്രഷ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ കാറ്റഗറി, ഇവിടെ താഴെ കാറ്റഗറി നെയിം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്ലേസ് ഹോൾഡർ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാതാവും. പക്ഷേ അല്ലെങ്കിൽ നമ്മളവിടെ എന്താ ടൈപ്പ് ചെയ്യേണ്ടത് കാണും. ഒരുപക്ഷെ നമ്മൾ മുകളിൽ ലേബൽ കൊടുത്തിട്ടില്ല എങ്കിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യൂസർക്ക് എന്താണ് അവിടെ ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അവരുടെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ എൻ്റെ കാറ്റഗറി ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് അതും പ്ലേസ് ഹോൾഡറിൽ കൊടുത്തു. അപ്പോൾ ഈ ഫോമിൽ നമ്മൾ ആദ്യം തന്നെ ഫോം ഓപ്പൺ ചെയ്യണം. അതേപോലെ ഫോം താഴെ ക്ലോസ് ചെയ്യണം. ഒരു സിമ്പിൾ ഫോമാണ്, ചെറിയ ഫോമാണ്. അപ്പോൾ 4 ഫീൽഡേ ഉള്ളൂ. അതേപോലെ ഒരു സബ്മിറ്റ് വേണം. ടൈപ്പ് സബ്മിറ്റ് ആണ്, ബട്ടണായിട്ട് കൊടുത്തിരിക്കണേ. ടൈപ്പ് സബ്മിറ്റ് ആണ്. സബ്മിറ്റ് കൊടുത്തില്ലെങ്കിൽ ടൈപ്പ് ബട്ടൺ ആണെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, സബ്മിറ്റ് ആവില്ല. അപ്പോൾ ടൈപ്പ് സബ്മിറ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മളൊരു റേഡിയോ ബട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ ബൂട്ട്സ്ട്രാപ്പിൻ്റെ കോപ്പി ചെയ്താണ്. ഇപ്പോൾ ഇവിടെ ഇതിൽ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ലാംഗ്വേജ് ഫയലൊക്കെ കോപ്പി ചെയ്തെടുത്തു. ഇത് സ്ലാങ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കോപ്പി ചെയ്തെടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഡിസ്ക്രിപ്ഷൻ അത് ടെക്സ്റ്റ് ഏരിയ ആണ് നമ്മൾ കൊടുത്തത്. കുറച്ച് ഡിസ്ക്രിപ്ഷൻ നമുക്ക് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ഏരിയ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ നെയിമും സ്ലഗ് എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് കൊടുത്തേക്കണം, ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടെക്സ്റ്റ് ഏരിയ ആണ്. ടെക്സ്റ്റ് ഏരിയ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് റോസൊക്കെ വേണമെങ്കിൽ കൊടുക്കാം, എത്ര റോ വേണമെന്നുള്ളത്. അതുപോലെ പ്ലേസ് ഹോൾഡർ, നമുക്ക് ഈ പ്ലേസ് ഹോൾഡറും വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ലാംഗ്വേജിൽ നിന്ന് എടുക്കാം. പിന്നെ അതുപോലെ ഞാൻ എന്താ ചെയ്താൽ കഴിഞ്ഞതിൽ പറയേണ്ടത് സെറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് അത് വീണ്ടും കിട്ടും. അപ്പോൾ ഈ സെറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മളത് കോർഡിനേറ്ററിൻ്റെ ഫോം വാലിഡേഷൻ യൂസ് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് കൊടുക്കേണ്ട വലിയ അർത്ഥമില്ല. നമുക്ക് ഇതിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ jQuery വാലിഡേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഫോമിൻ്റെ, ആ ഫോം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര ഫീൽഡുകളേ ഉള്ളൂ, ഈ 4 ഫീൽഡേ ഉള്ളൂ. ഇനിയിപ്പോൾ ലാംഗ്വേജ് നമ്മൾ സെറ്റ് ചെയ്തത് നമുക്ക് അതും ഇത് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ പഠിച്ചു. ഓട്ടോ ലോഡ് ചെയ്തു ആ ലാംഗ്വേജ്. അപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷിന് കൊടുത്തത്. അപ്പോൾ അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷ് ആയിരിക്കണം, എങ്കിലേ ഇത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ റീനെയിം ചെയ്തിട്ട് നോക്കൂ, എന്താ കിട്ടാൻ നോക്കാം. അത് ഇങ്ങനെ ഇംഗ്ലീഷ് 1 എന്ന് കൊടുത്തു, അങ്ങനെ ഇംഗ്ലീഷ് 1 എന്നാക്കി. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, കണ്ടല്ലേ? അപ്പോൾ ഇംഗ്ലീഷ് 1 എന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ള ഫയലില്ല, കാണാനില്ല. നമ്മൾ ഓട്ടോറിൽ ഇംഗ്ലീഷാണ് കൊടുത്തേക്കണം, അതുകൊണ്ട്. അപ്പോൾ നമുക്കത് കാണാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും മാറ്റിയിട്ട് തിരിച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഓട്ടോറിൽ എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് വെച്ചാൽ ആ പേര് തന്നെ _ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് പഠിച്ചത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റം ഹെൽപ്പർ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ലാംഗ്വേജ് നമുക്ക് എന്താ _lang എന്നാണ് കൊടുത്തേക്കണം. ഇനി ഒരു ഹെൽപ്പർ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഹെൽപ്പറിൽ പോവുക, ഇതേപോലെ ഒരു ഫയൽ ക്രിയേറ്റ്, ന്യൂ ഫയൽ. ഞാനൊരു അഡ്മിൻ ഹെൽപ്പർ എന്ന് കൊടുക്കുന്നത് നോക്കും, admin_helper.php. ഇതൊരു ഹെൽപ്പർ ഫയലാണ്. നമ്മുടെ PHP ടാഗ് ആഡ് ചെയ്യാൻ മറക്കണ്ട. ഹെൽപ്പർ ഫയലാണ്. ഇതിനെ നമുക്ക് ഓട്ടോ ലോഡിൽ വേണമെങ്കിൽ ലോഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മറ്റ് ഹെൽപ്പർ ഫയൽ ലോഡ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ അഡ്മിൻ ഹെൽപ്പർ കാണില്ലേ, നമ്മളിവിടെ ഓട്ടോ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മുടെ ഇതിൽ നമുക്ക് അഡ്മിൻ ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ലോഡായി. ഇനി വേറൊരു, അപ്പോൾ നമ്മൾ ലാംഗ്വേജ് ഫയലിന് വേണ്ടി നമ്മൾ ചെയ്ത് ഇങ്ങനെയല്ലേ കൊടുത്തത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആഡിൽ എന്താ കൊടുത്തേക്കണേ, ഇതിൽ സ്ലാങ് ലൈൻ എല്ലാത്തിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഹെൽപ്പർ ഫയലിൻ്റെ ഉള്ളൊരു ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് ലാംഗ്വേജിനെ ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഫംഗ്ഷന് ഈ നമ്മൾ അഡ്മിൻ ഹെൽപ്പറിൽ ഓട്ടോ ലോഡാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഫംഗ്ഷനും എല്ലാ കൺട്രോളറിലും എല്ലാ വ്യൂവിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ കോമൺ ആയിട്ട് ലാംഗ്വേജിനെ കാണിക്കാൻ വേണ്ടി ഒരു ലാംഗ്വേജ് എടുക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷനിൽ ക്രിയേറ്റ് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് എല്ലായിടത്തും ആ ലാംഗ്വേജിൻ്റെ വേരിയബിളിനെ കോൾ ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യാണ്. ഇപ്പോൾ ഫംഗ്ഷൻ _lang, ഫംഗ്ഷൻ്റെ പേര് _lang എന്ന്. ഇപ്പോൾ ഇതിൽ $string. ഇപ്പോൾ ഒരു സ്ട്രിംഗ് എന്നുള്ള വാല്യൂ നമുക്കൊരു പാരാമീറ്റർ പാസ് ചെയ്താൽ
എന്നിട്ട് ആ പാരാമീറ്ററിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫംഗ്ഷൻ ഒരു n കൂടി ആ പാരാമീറ്ററിനെ പാസ് ചെയ്യുക. ആ പാരാമീറ്ററിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലാംഗ്വേജിൽ നിന്നുള്ള സ്ട്രിംഗ് ആയിട്ട് എടുക്കേണ്ടത്, ലാംഗ്വേജിൽ നിന്ന് വാല്യൂ വേരിയബിളായി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം തന്നെ $ci ഈക്വൽ ടു നമ്മളെല്ലാത്തിനും മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൽ ആൻഡ് ഗെറ്റ് ഇൻസ്റ്റൻസ്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യണം, ഈ ഇതിൽ നോക്കുമ്പോൾ ഇത് നമ്മുടെ ആഡ് എന്നുള്ള ഫയൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ദിസ് ലാങ് ലൈൻ കാറ്റഗറി നെയിം ഇതല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കോപ്പി ചെയ്യാം. നമുക്കപ്പോൾ ഇതിൽ പോയി ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പറിൽ ഫംഗ്ഷനിൽ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂ ഉണ്ട്, ഇവിടെ ദിസ് എന്നുള്ളത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ കോർഡിനേറ്ററിന് ഇൻസ്റ്റൻസ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ CI എന്ന് കൊടുക്കണം. CI ക്യാപിറ്റലാണ്, CI ലാങ് ലൈൻ. ഇവിടെ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യണ പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ അതായത് സ്ട്രിങ് ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്, $string. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു വാല്യൂവിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. str ഈക്വൽ ടു ഒരു വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുത്തു, str ഈക്വൽ ടു ലാങ് ലൈൻ. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ വാല്യൂ ഉണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഈ സ്ട്രിങ്ങിനെ തന്നെ റിട്ടേൺ ചെയ്യാം. അതായത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ അത് നമുക്കവിടെ കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇഫ് str നമ്മൾ കൊടുത്ത str നോട്ട് ഈക്വൽ ടു നൾ, നള്ളല്ല എങ്കിൽ റിട്ടേൺ എന്ത് ചെയ്യണം, str റിട്ടേൺ ചെയ്യണം. ഇനി അല്ല അത് നള്ളാണെങ്കിൽ ഇപ്പം എൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിട്ടേൺ സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് നമ്മളവിടെ ആ ഫയലിൽ എങ്ങനെ കോൾ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കൊടുത്തു, ഇവിടെ നമ്മൾ ഇതിന് പകരം ഞാൻ എല്ലായിടത്തും ഇതിന് പകരം എക്കോ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ LNG കാറ്റഗറി നെയിം, അതായത് ഇവിടെ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്ന കാറ്റഗറി നെയിമാണ്. ഈ കാറ്റഗറി നെയിം എന്നുള്ളത് എവിടെയാണ്, നമ്മുടെ ഇതിൽ ലാംഗ്വേജിലെ കാറ്റഗറി നെയിം ഇതാണ്. ആ ഫംഗ്ഷൻ എന്താ ചെയ്യണേ, ആ കാറ്റഗറി നെയിമിനെ ലാംഗ്വേജിൽ നിന്ന് എടുത്തു, സ്ട്രിങ് നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ആ വേരിയബിൾ അങ്ങനെ ലാംഗ്വേജിൽ കിട്ടിയില്ലെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് വെച്ചാൽ അതിനെ റിട്ടേൺ ചെയ്തു. ഇത്രയുള്ള സംഭവം. നമ്മളിവിടെ എല്ലായിടത്തും നമുക്ക് ഇതേപോലെ തന്നെ ഇതിനെ LNG എന്ന് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്താൽ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ഈസി ആയിട്ട് എല്ലായിടത്തും പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ട നമ്മൾ ലാങ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഇത് റീപ്ലേസ് ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ ഇതിൽ Ctrl+F അടിക്കുക. ഇപ്പോൾ നമ്മളിതിൽ സെലക്ട് ചെയ്യുക, ദിസ് ലാങ് ലൈൻ സെലക്ട് ചെയ്യുക, Ctrl+F. അത് കിട്ടി Ctrl+H അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്താ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. LING ലാങ് നമ്മൾ റീപ്ലേസ് ഇവിടെ നോക്കിയാൽ റീപ്ലേസ് ഓൾ ഉണ്ട് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും ദിസ് ലാങ് ലൈൻ നമ്മൾ കൊടുത്ത എല്ലായിടത്തും അത് റീപ്ലേസ് ആയി, കണ്ടില്ലേ? ഇപ്പോൾ എല്ലായിടത്തും നോക്കൂ ലാങ്. ഇനി നമുക്കത് കിട്ടുന്നത് നോക്കണ്ടേ, അതിൽ കറക്റ്റായിട്ട് ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമുക്ക് എല്ലാ വാല്യൂകളും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹെൽപ്പർ ഫയൽ ചെയ്ത ഇനിയിപ്പോൾ ഹെൽപ്പർ ഫയൽ ഉപയോഗിച്ചാൽ ഈ ഹെൽപ്പർ ഫയലിൽ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ _ലാങ് എന്ന് ഉപയോഗിച്ച് നമുക്ക് ലാംഗ്വേജ് കൊടുത്ത് കിട്ടും. ഇപ്പോൾ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ ഒരു പുതിയ അഡ്മിൻ ഹെൽപ്പർ എന്ന് പറഞ്ഞ ഹെൽപ്പർ ഫയൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ, ഹെൽപ്പർ ഫയൽ എങ്ങനെയാണ് ലോഡ് ചെയ്യണേ, അതുപോലെ ലാംഗ്വേജ് എങ്ങനെയാണ്, പുതിയ ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മൾ ലോഡ് ചെയ്യണേ, അതൊക്കെ നമ്മളതിൽ പഠിച്ചു. ഇനി കൂടുതലായിട്ട് നമുക്ക് അടുത്തതിൽ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഇപ്പോൾ ആഡ് അത്രയല്ലേ ചെയ്തുള്ളൂ, നമ്മളൊരു പേജല്ലേ ചെയ്തുള്ളൂ. ഞാൻ ഇതേപോലെ തന്നെ പേജുകൾ കോപ്പി ചെയ്ത് വെക്കാം. കാരണം ഇത് ടൈപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നില്ല. എല്ലാത്തിലും പറയണ പോലെ തന്നെ ഒരുപാട് സമയം ടൈപ്പ് ചെയ്തെടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായെന്നായിരിക്കണം. നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻസിൽ ആഡ് ചെയ്യാം. ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാം. താങ്ക് യു.